ഹായ് മാം. മാം ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന വാക്സിൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? HPV വൈറസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അതൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ ആണ്. 50% സ്ത്രീകളിലും ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. യൂഷ്വലി 15 വയസ്സിനും 26 വയസ്സിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ ഇൻഫെക്ഷൻ കോമൺ ആയിട്ട് കാണുന്നത്, അതായത് അവർ ആ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ. പക്ഷേ മോസ്റ്റ് ഓഫ് ദിസ് ഇൻഫെക്ഷൻസ് ആർ ട്രാൻസിയൻറ്റ്. ഒരു ചുരുക്കം ചിലരിൽ മാത്രമാണ് ഈ വൈറസിൻ്റെ ഇൻഫെക്ഷൻ അവിടെ പെർസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക. അങ്ങനെയുള്ളവരിൽ ഈ വൈറസ് കാലക്രമേണ വർഷങ്ങൾ എടുത്തിട്ട് ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് ആ ഇൻഫെക്റ്റഡ് ഏരിയയിൽ ക്യാൻസർ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൈറസിനെതിരെയായിട്ട് നമുക്കൊരു വാക്സിൻ ഉണ്ട്, HPV വാക്സിന്. അപ്പോൾ ഈ വാക്സിൻ എടുക്കുന്നത് മൂലം ഈ HPV റിലേറ്റഡ് അസുഖങ്ങളും അതേപോലെ ഈ ക്യാൻസേഴ്സിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ആണ് ഈ വൈറസ് കോസ് ചെയ്യുക? മോസ്റ്റ് കോമൺ ആയിട്ട് സർവൈക്കൽ ക്യാൻസർ എന്ന് പറയും. എന്ന് വെച്ചാൽ ഗർഭപാത്രത്തിൻ്റെ വായു ഭാഗത്ത് വരുന്ന ക്യാൻസർ, അതാണ് മോസ്റ്റ് കോമൺലി ഈ വൈറസ് മുഖാന്തരം ഉണ്ടാകുന്നത്. കൂടാതെ കാർസിനോമ വൾവ, കാർസിനോമ വജൈന, അതേപോലെ തന്നെ ഏനൽ കാർസിനോമ, പിന്നെ നമ്മൾ ഓറൽ കാവിറ്റി ഇൻഫെക്ഷൻ വന്നിട്ട് ഓറോഫാരിഞ്ചിയൽ കാർസിനോമ എന്നിവയെല്ലാം ഈ വൈറസ് മൂലം തന്നെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ മെയിൽസിൽ ഇൻഫെക്ഷൻ വന്നാൽ കാർസിനോമ പെനിസ്, അതാണ് മെയിൽസിൽ ഈ വൈറസ് മുഖാന്തരം ഉണ്ടാകുന്ന ഒരു ക്യാൻസർ. ഏതൊക്കെ ഏജ് ഗ്രൂപ്പിലാണ് ഈ വാക്സിൻ റെക്കമെൻഡ് ചെയ്യുക? നമ്മൾ യൂഷ്വലി കൊടുക്കാറ് 9 to 14, 9 വയസ്സിൻ്റെയും 14 വയസ്സിൻ്റെയും ഇടയിലുള്ളവർക്കാണ് നമ്മൾ ഈ വാക്സിൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അത് നമ്മൾ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്, രണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കായി നമ്മളിത് കൊടുക്കുന്നുണ്ട്. 2 ഡോസ് 0-6 എന്ന് പറയും. അതായത് ഫസ്റ്റ് ഡോസ് കൊടുത്ത് 6th മന്തിൽ അടുത്ത ഡോസ് 6 or 12 മന്ത് നമുക്കങ്ങനെ സെക്കൻഡ് ഡോസായിട്ട് കൊടുക്കാം. പക്ഷേ 15 വയസ്സിൻ്റെ മേലെ ഉള്ളവർക്കും നമുക്കിത് കൊടുക്കാം. അപ്പോൾ നമ്മളിത് 3 ഡോസായിട്ട് കൊടുക്കണം. നമുക്കിത് 26 വയസ്സ് വരെ നമുക്ക് കൊടുക്കാം. പക്ഷേ നമുക്കിത് ടിൽ 45 ഇയേഴ്സ് വരെ നമുക്ക് കൊടുക്കാം, ഒരു മെഡിക്കൽ അഡ്വൈസ് ഉണ്ടെങ്കിൽ. മാം, ഈ വാക്സിൻ എടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് വരാനുണ്ടോ? ഇതൊരു റീകോമ്പിനൻറ്റ് വാക്സിനാണ്. അതുകൊണ്ട് വളരെ ചുരുക്കം സൈഡ് എഫക്ട്സേ ഉള്ളൂ, മിനിമൽ സൈഡ് എഫക്ട്സ്. അതായത് ഈ വാക്സിൻ ഉണ്ടാക്കിയത് വൈറസ് ലൈക്ക് പാർട്ടിക്കിളിനെ കൊണ്ടാണ്, അതിലൊരു ലൈവ് വൈറസ് ഇല്ല. നമ്മൾ യൂഷ്വൽ പറയുന്ന സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ ഇഞ്ചക്ഷൻ സൈറ്റിലൊരു പെയിൻ, അതേപോലെ തന്നെ മൈൽഡ് ഫീവർ, ചെറിയൊരു പനി, അതേപോലെ തന്നെ മൈൽഡ് ഹെഡ് ഏക്ക്, ചെറിയൊരു തലവേദന, അങ്ങനെ മൈനർ ചെറിയ ചെറിയ സൈഡ് എഫക്ട്സേ ഉള്ളൂ. ഒരു മേജർ സൈഡ് എഫക്ട്സ് ഒന്നും ഈ വാക്സിൻ ഇല്ല. ഇതൊരു സേഫ് വാക്സിനാണ്. അതുകൊണ്ട് വാക്സിനേറ്റ് ഏർലി ആൻഡ് പ്രിവെൻറ്റ് ക്യാൻസർ.